ദുരിതം മാത്രം പേറി ഇവർ നിസ്സഹായർ. നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാവരും കൈയൊഴിഞ്ഞു. പുനരധിവാസം ഉറപ്പു നൽകി വിമാനത്താവള പദ്ധതി പ്രദേശത്ത് താമസിപ്പിച്ച സമരസമിതിയും രാഷ്ട്രീയ പാർട്ടികളും തിരിഞ്ഞു നോക്കാറില്ല. സമരം വിജയിച്ചു. പക്ഷേ അനാഥമാക്കപ്പെട്ട ഇവർ പന്നിയുടെയും ഇഴജന്തുക്കളുടെയും നടുവിൽ ജീവിതത്തെ ശപിച്ചു കഴിയുന്നു. ആറന്മുള സമരസമിതിയുടെയും രാഷ്ട്രീയക്കാരുടെയും ഉറപ്പിൽ കിടപ്പാടത്തിന് വേണ്ടി സമരം ചെയ്ത കുടുംബങ്ങളാണ് ഇന്ന് പെരുവഴിയിലായത്. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് കുടിലുകെട്ടി താമസം തുടങ്ങിയ 600 കുടുംബങ്ങളിൽ അവശേഷിക്കുന്ന 21 കുടുംബങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ്. വിമാനത്താവള വിരുദ്ധ സമരം വിജയിച്ചാൽ പുനരധിവാസം ഉറപ്പു നൽകിയിരുന്നെങ്കിലും ലഭിക്കാതെ വന്നപ്പോൾ 21 കുടുംബങ്ങൾ ഒഴികെ ബാക്കിയുള്ളവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് ചേക്കേറി. 2018 പ്രളയത്തിൽ കയ്യിലുണ്ടായിരുന്ന രേഖകളെല്ലാം നഷ്ടപ്പെട്ടതോടെ പ്രതീക്ഷകളെല്ലാം തകർന്നു. അവശേഷിക്കുന്ന കുടുംബങ്ങൾ നയിക്കുന്നത് ദുരിതപൂർണമായ ജീവിതമാണ്. കുടിവെള്ളം, വൈദ്യുതി എന്നിവയില്ലാതെ നരകിക്കുന്നു. ഞങ്ങൾ ആദ്യകാലത്ത് ഇവിടെ വരുന്ന സമയത്ത് 595 വീടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വെള്ളം പൊങ്ങി, വെള്ളപ്പൊക്കം വന്ന് 18 വെള്ളപ്പൊക്കത്തിന് എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ഒന്നും പോകാൻ ഇടമില്ലാതെ വന്നിട്ടുള്ള 21 വീട്ടുകാർ ഇപ്പോഴും നിലവിലൂടെ താമസിക്കുന്നുണ്ട്. അവർക്ക് കരണ്ടില്ല, വെള്ളത്തിന് ക്ഷാമം ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. മോദി സർക്കാരിൻ്റെ ലൈൻ ഇവിടം വരെ വന്നിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ലൈറ്റില്ല, ഒരു വെട്ടമില്ല, ഒരു ഭവനം ഇല്ല. അതുപോലെ തന്നെ കാറ്റടിച്ചാലും എല്ലാം കുടിലുകൾ മുഴുക്കി അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ ദാരിദ്ര്യത്തിലും കഷ്ടതയിലും പ്രയാസത്തിലും 21 വീട്ടുകാർ, കുഞ്ഞുങ്ങളുണ്ട്, കുട്ടികളുണ്ട്, പഠിക്കുന്ന പിള്ളേർ വരെയുണ്ട്. ഇതിനകത്ത് മലക്ക കുഞ്ഞുങ്ങൾ വരേക്കും ഈ ഭവനങ്ങളിലുണ്ട്. ഇരുട്ടിനെ മാത്രം ആശ്രയിച്ച് പ്രാഥമിക കൃത്യങ്ങൾ ചെയ്തിരുന്നവർക്ക് രാത്രിയും പകലും പന്നികളുടെ ശല്യം മൂലം പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയാണ്. പുനരധിവാസം ഉറപ്പു നൽകി പദ്ധതി പ്രദേശത്ത് കുടിലുകെട്ടി താമസിപ്പിച്ച ആറന്മുള സമരസമിതിയും രാഷ്ട്രീയ കക്ഷികളും തിരിഞ്ഞുപോലും നോക്കുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. 108 ദിവസം സമരം നടന്നു. ഇന്നേ നാളെ ഒരൊറ്റ കുഞ്ഞുങ്ങൾ തിരിഞ്ഞു നോക്കില്ല. കുമ്മൻ രാജശേഖരനെ, പാപ്പൻചേട്ടനെ, പിന്നെ PR ഷാജി, പാപ്പൻചേട്ടനെ, ഇവരെല്ലാം 108 സമരം നടന്ന ഇത്രയും നാളായിട്ട് ഒരൊറ്റ കുഞ്ഞുങ്ങളെ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. അതിനെപ്പാട്ട് എന്തോ ഒരു നടപടി എടുത്തില്ല. കഴിഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞ് നോക്കണം. വീണ ജോർജ് എല്ലാ പുള്ളികളും ഇവിടെ കൊടാപ്പൂടി ജംഗ്ഷൻ എല്ലാവരും വന്നതാണ്. എല്ലാം വന്ന് ഇന്നേ നാളി വരെ ഈ ജംഗ്ഷനിൽ വന്ന് നോക്കിയിട്ടും ഇവിടെ വന്ന് നോക്കിയിട്ടുമില്ല. സത്യത്തിൽ ഇതാണ് യഥാർത്ഥ നരകജീവിതം. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി. ലോകപ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പരമ്പരാഗതമായി ചെയ്തു വരുന്ന ആറന്മുളയിലെ ഏക സ്ഥാപനം. കഴിഞ്ഞ 3 തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ, ഭാവത്തിൽ, അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു. ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ്. കോൺടാക്ട് നമ്പർ 9947164872 9947825232.